Hello students, from the given series, by two different processes we obtain another series. One is the process of grouping and the another one is the process of rearranging. The terms of the series are same in both cases, and in first case we group the terms and in the second case we rearrange the terms. What do we mean by grouping is that not changing the order of the terms, but using brackets we can group some of the terms of the given series to a single term. For example, consider the series 1 minus 1 by 2 plus 1 by 3 plus 1 by minus 1 by 4 minus 1 by 4 plus 1 by 5 minus 1 by 6 plus 1 by 7 minus 1 by 8 plus etc. ഇങ്ങനെ ഒരു സീരീസ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സീരീസിന്റെ x1 ഞാൻ പക്കത്തിൽ എഴുതാം. ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4. അങ്ങനെയാണ് ഈ സീരീസിന്റെ ടേംസിനെ ഒന്നും നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്നില്ല. പക്ഷെ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചില ടേംസിനെ അറേഞ്ച് ചെയ്യണം. 1 minus 1 by 2, 1 by 3 minus 1 by 4 പലതരത്തിൽ ഗ്രൂപ്പ് ചെയ്യാം. 1 by 5 minus 1 by 6 plus 1 by 7 minus 1 by 8 അതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു പുതിയ സീരീസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പുതിയ സീരീസിന്റെ ആദ്യത്തെ ടേം y1 equal to 1, രണ്ടാമത്തെ ടേം y2 equal to minus 1 by 2, മൂന്നാമത്തെ ടേം ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് രണ്ടും കൂടെ ചേർന്നാണ്. 1 by 3 minus 1 by 4 ആണ്. പഴയ നമ്പേഴ്സ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ y1, y2, y3 എന്നുള്ള നൊട്ടേഷൻ. ഈ സീരീസിന്റെ നാലാമത്തെ ടേം മറ്റേതിന്റെ 4 ടേംസ് ചെയ്യുന്നതാണ്. 1 by 5 minus 1 by 6 plus 1 by 7 minus 1 by 2. ഓർഡർ ഒന്നും മാറിയിട്ടില്ല, സെയിം ഓർഡർ തന്നെയാണ്. പക്ഷെ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് നമ്മളതിനെ ടേംസിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ഗ്രൂപ്പിംഗ് ഓഫ് എ സീരീസ്. ഗ്രൂപ്പിംഗ് കൊണ്ട് സീരീസിന്റെ കൺവേർജൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. ഗ്രൂപ്പിൽ കിട്ടുന്ന ഒരു സീരീസ് കൺവേർജന്റ് ആകാം, പക്ഷെ ഒറിജിനൽ സീരീസ് ഡൈവേർജന്റ് ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ -1 ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന സീരീസ് -1 ഹോൾ റൈസ് സിഗ്മ -1 ഹോൾ റൈസ് ടു n ആണ് ഉദ്ദേശിക്കുന്നത്. അത് ആ എക്സാമ്പിളിന്റെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. കൺസിഡർ സിഗ്മ എന്ന് നിങ്ങൾ ചേർക്കണേ. കോൺവേഴ്സ് ഓഫ് ദ തിയറം ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോട്ടിൽ അവസാനം ഇന്നലെ തന്നതിൽ. കൺസിഡർ സിഗ്മ -1 ഹോൾ റൈസ് ടു n വിച്ച് ഈസ് സീരീസ് നമ്മൾ പറയുന്നത് വിച്ച് ഈസ് ഡൈവേർജന്റ്. സിഗ്മ -1 ഹോൾ റൈസ് ടു n ഡൈവേർജന്റ് ആണ്. ഈ സീരീസ് ഏതാ? -1 ഹോൾ റൈസ് ടു n, -1 plus 1 -1 plus 1 -1 plus 1 ഇങ്ങനെ ഇതാണ് സീരീസ്. അതിൽ നിന്നൊരു ഗ്രൂപ്പിംഗ് ചെയ്യുക. -1 1 പ്ലസ് അടുത്തത് പ്ലസ് -1 plus 1 പ്ലസ് -1 plus 1 ഇങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടൈമിൽ ആദ്യത്തെ സീരീസിൽ x1 -1, x2 1, x3 -1, x4 1 അങ്ങനെ ഓൾട്ടർനേറ്റ് -1 plus 1. രണ്ടാമത്തേതിൽ -1 plus 1 ആണ് y1. അടുത്ത ടൈം y2 എന്ന് പറയുന്നത് -1 plus ആണ്. y3 എന്ന് പറയുന്നത് രണ്ട് ടേംസിനെ വീതം ഗ്രൂപ്പ് ചെയ്യുന്നു. -1 plus 1 എന്ന് പറഞ്ഞത് എന്താ? 0 plus y1 plus y2 plus അത് വരുമ്പോൾ 0 plus 0 plus എക്സെട്ര. അപ്പോൾ അതെന്താ? ഈക്വൽ ടു 0. ഇത് കൺവേർജന്റ് ആണ്. പക്ഷെ ഒറിജിനൽ സീരീസ് എന്ന് പറയുന്നത് -1 ഹോൾ റൈസ് ടു n സിഗ്മ -1 ഹോൾ റൈസ് ടു n. അത് അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യത്തില്ല. ചില സ്ഥലത്ത് +1ഉം ചില സ്ഥലത്ത് -1ഉം ഓഡിലും ഈവനിലും ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓഡെല്ലാം -1, ഈവൻ എല്ലാം +1 എന്നാവും സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. അതുകൊണ്ട് കൺവേർജന്റ് ആകത്തില്ല. ഗ്രൂപ്പിംഗിൽ കൺവേർജന്റ് ആയി എന്ന് വെച്ച് ഒറിജിനൽ സീരീസ് കൺവേർജന്റ് ആവണമെന്ന് നിർബന്ധമില്ല എന്നൊരു എക്സാമ്പിൾ ആണ് ഇത്. പക്ഷെ അതിന്റെ തിരിച്ചുള്ള കാര്യം ശരിയാണ്. കൺവേർജന്റ് സീരീസ് ആണെങ്കിൽ ഗ്രൂപ്പിംഗിൽ എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും.
If sigma xn is convergent, then any series obtained from it by grouping the terms is also convergent. എന്ന് മാത്രമല്ല, and converges to the same value. അതാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു തിയറം. അപ്പോൾ തിയറം എന്താ? ഗ്രൂപ്പിംഗ് എന്താ? Without changing the order of the terms, using parentheses or brackets, we group the terms of the series to form another series. ശരിക്കും വേറൊരു സീരീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സം സെയിം ആണ്, പക്ഷെ സീരീസ് വേറൊന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തിയറം പറയുന്നത് if sigma xn is convergent, then that implies series obtained by grouping. Series obtained by grouping is also grouping from sigma xn. അത് പിന്നെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. Series obtained from by grouping is convergent. എന്ന് മാത്രമല്ല, all converges to the same value. ഗ്രൂപ്പിംഗിൽ കിട്ടിയ സീരീസ് ആണ്. പലതരത്തിൽ ഗ്രൂപ്പ് ചെയ്യാലോ. ഇതിനെ വേണമെങ്കിൽ രണ്ട് ടേംസ് വീതം ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് all converges to, കൺവേർജന്റ് ആണെങ്കിൽ ഗ്രൂപ്പിംഗിൽ കിട്ടുന്ന സീരീസും സെയിം വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. അത് വളരെ എളുപ്പമാണ്. ഗ്രൂപ്പിംഗിൽ കിട്ടിയ പുതിയ സീരീസിന് സിഗ്മ എക്സൻ ഗിവൺ സീരീസ്, സിഗ്മ എക്സൻ ഗ്രൂപ്പിംഗിൽ കിട്ടിയ പുതിയ സീരീസിനെ ഞാൻ സിഗ്മ വൈ എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. ഗ്രൂപ്പിംഗിൽ കിട്ടിയ പുതിയ സീരീസിനെ സിഗ്മ വൈ എൻ എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് y1 എഴുതാം. y1 ഈക്വൽ ടു എത്ര ടൈംസ് ആണ് നമുക്കറിയത്തില്ല, ഇവിടെയാണെങ്കിൽ ആദ്യത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ y1 x1 തുടങ്ങി x1 പ്ലസ് x2 പ്ലസ് എത്രയാണെന്ന് അറിയത്തില്ല, അത് എവിടെ വരെയാണെന്നുള്ളത് xk1 എന്ന് ഞാൻ എഴുതും. ഇവിടെ y1 എന്ന് പറയുന്നത് x1 തന്നെയാണ്. y2 ഈക്വൽ ടു, അപ്പൊ പിന്നെ ഇവിടെ പറയുന്നത് ഓർഡർ ഒന്നും മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ xk1 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരണം xk1 പ്ലസ് 1. ഇത് x1 തീർന്നപ്പം അടുത്തത് x2 പ്ലസ് xk1 പ്ലസ് 2 പ്ലസ് എക്സെട്ര. ഇത് തീരുന്നത് കാണിക്കാൻ ഞാൻ xk2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ സീരീസിലെ k1 ഈക്വൽ ടു 1, ഇവിടുത്തെ k2 ഈക്വൽ ടു 1, k3 ആയപ്പം അല്ല k2 ഈക്വൽ ടു 1 അല്ല, k2 ഈക്വൽ ടു 2, k3 ഈക്വൽ ടു എവിടെ 1 2 3 4, k2 ഈക്വൽ ടു 4, y3 ഈക്വൽ ടു xk2 എന്തായിരുന്നു ഇവിടുത്തെ x2 2, xk2 പ്ലസ് 1, x3 പ്ലസ് x4 എന്ന് പോയേക്കുന്നത്, xk2 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് xk3 വരെയാണ് എന്ന് വിചാരിക്കുക, എക്സെട്ര. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്ത് y1 y2 ഒക്കെ കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സീരീസ് xnന്റെ പാർഷ്യൽ സംസിനെ നമ്മൾ sn എന്ന് ഡിനോട്ട് ചെയ്യും. സീരീസ് yn പാർഷ്യൽ സംസിനെ അപ്പോൾ sn എഴുതത്തില്ല, നമ്മൾ t എന്ന് എഴുതുകയാണെന്ന് വിചാരിക്കുക. ദെൻ സീരീസ് sigma yn has the sequence of partial sums at tn, and what will be t1? t1 equal to s1 equal to x1 itself. അപ്പോൾ t1 equal to y1 itself, t1 equal to y1. പക്ഷെ ആ y1 എന്നാ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xk1. ഒറിജിനൽ സീരീസിന്റെ ആദ്യത്തെ k1 ടേംസിന്റെ ആദ്യത്തെ 10 ടേംസിന്റെ ആണെങ്കിൽ നമ്മൾ അതിനെ ഒറിജിനൽ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ s ചേർത്ത് എഴുതാറ്. ആദ്യത്തെ 10 ആണെങ്കിൽ s10 എഴുതും. ഇപ്പൊ ആദ്യത്തെ k1 ടേംസിന്റെ ആണ് sk1 എന്ന് എഴുതും. t2 എന്നാ അത് സിഗ്മ yn ആദ്യത്തെ 2 ടേംസ് y1 പ്ലസ് y2, y1 ഇതും y2 ഇതുമാണെങ്കിൽ ഈക്വൽ ടു ഇതെന്താ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xk1 പ്ലസ് xk1 പ്ലസ് 1 പ്ലസ് എക്സെട്ര xk2, കണ്ടിന്യൂസ് ആയിട്ട് xk2 വരെയുള്ള സമ്മാണ്. അപ്പോൾ ഇത് x15 വരെയുള്ള ടേംസ് ആണെങ്കിൽ അതിനെ s15 എന്നാണ് നമ്മൾ എഴുതുന്നത്. 15 സ്ഥാനത്ത് ഇപ്പോൾ k2 sk2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതേപോലെയാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ yn നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് tn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കിട്ടിയിട്ടുണ്ട്. അത് s1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, s2 എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ടേംസിന്റെ സം, s3 എന്ന് പറയുന്ന ഫസ്റ്റ് 3 ടേംസിന്റെ സം. അങ്ങനെയാണ് നമ്മൾ sn ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷെ അങ്ങനെ ഫസ്റ്റ് ടേം, ഫസ്റ്റ് 2 ടേംസ്, ഫസ്റ്റ് 3 ടേംസ് എന്നല്ല. ഇവിടെ ആദ്യം 10 എണ്ണം ഉണ്ടെങ്കിൽ
SK1 എന്ന് പറയുന്ന ആദ്യത്തെ 10 ടേംസിന്റെ സം. പിന്നെ 5 ടേംസും കൂടെ വന്നെങ്കിൽ SK2 എന്ന് പറയുന്ന ആദ്യത്തെ 15 ടേംസിന്റെ സം. അപ്പൊ എന്തായാലും ഇത് S10 ആണ്, ഇത് S10 ആണ്. അങ്ങനെ പറയുമ്പോൾ ഇത് S15 ആണ്. അപ്പൊ നമുക്ക് SNന്റെ ഇടയ്ക്ക് നമ്മൾ ചില ടേംസ്, SN എന്ന് പറഞ്ഞാൽ S1 S2 S3 കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇവിടെ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വരത്തില്ല. Y1 ഉണ്ടായത് ആദ്യത്തെ കുറെ എക്സുകൾ ചേർന്നാണ്, Y2 ഉണ്ടായത് പിന്നെ തൊട്ടടുത്ത കുറെ എക്സുകൾ ചേർന്നാണ്. അപ്പൊ S1 S2 S3 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടത്തില്ല. ബട്ട് വി ഒബ്റ്റെയിൻ എ സബ് സീക്വൻസ്. സീക്വൻസ് TN ഈസ് എ സബ് സീക്വൻസ്. സബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കുറച്ചെണ്ണത്തിനെ പെറുക്കി എടുക്കുന്നത്. സബ് സീക്വൻസ് ഓഫ് സീക്വൻസ് SN ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ XN. സിഗ്മ XNന്റെ പാർഷ്യൽ സംസിന്റെ ഒരു സബ് സീക്വൻസ് ആണ് സീക്വൻസ് TN. എന്നാ വന്നേക്കുന്നത്? സിഗ്മ XN കൺവേർജന്റ് തന്നിരിക്കുന്നത്. സിഗ്മ XN കൺവേർജന്റ് ആണെങ്കിൽ അതിനർത്ഥം എന്നാ? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ XN. ഇതും കൺവേർജന്റ് ആയിരിക്കും. ഇത് കൺവേർജന്റ് ആണെങ്കിൽ സബ് സീക്വൻസ് കൺവേർജന്റ്. സബ് സീക്വൻസ് ഓഫ് സീക്വൻസ് SN കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയ S10 S15 ഒക്കെ അല്ലെ സീക്വൻസ് TN, അതിന്റെ വേറൊരു പേരല്ല സീക്വൻസ് TN, ഇംപ്ലൈസ് സീക്വൻസ് TN കൺവേർജന്റ്. സീക്വൻസ് TN കൺവേർജന്റ് ആണെങ്കിൽ എന്നാ അതിനർത്ഥം? സീക്വൻസ് TN കൺവേർജന്റ് ആണെങ്കിൽ TN ഏതിന്റെയാ? സിഗ്മ YNന്റെ പാർഷ്യൽ സംസിന് എഴുതിയ സിഗ്മ YN കൺവേർജന്റ്. ഇനി സീക്വൻസ് സബ് സീക്വൻസും ഒക്കെ ഒരു സ്ഥലത്തേക്കാണ് കൺവേർജ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സബ് സീക്വൻസ് തിയറം എന്നൊരു തിയറം, മൊണോട്ടോൺ കൺവേർജൻസ് തിയറം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു തിയറം നിങ്ങൾ സീക്വൻസിൽ പഠിക്കുന്നതാണ്. സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സബ് സീക്വൻസും അതേ ലിമിറ്റിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. സിഗ്മ XNന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് SNന്റെ സബ് സീക്വൻസ് ആണ് സീക്വൻസ് TN. TN എന്ന് വിളിച്ചെന്നേ ഉള്ളൂ, അത് SNകളിലെ കുറച്ചെണ്ണം തന്നെയാണ്. അപ്പൊ ആ സബ് സീക്വൻസും സീക്വൻസ് SN എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു അങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യുമെന്ന് സീക്വൻസിൽ നമുക്ക് തീരുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സീരീസും സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് രണ്ടിന്റെ ഒരേ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് രണ്ട് സീരീസും ഒരേ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും. ദാറ്റ് ഫോളോസ് ഫ്രം ദ തിയറം ഓഫ് സീക്വൻസ്. ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സബ് സീക്വൻസ് ഓർഡർ ടേംസ് തന്നെ വെറുക്കിയെടുക്കാം, ഈവൻ ടേംസ് തന്നെ വെറുക്കിയെടുക്കാം, 5 ഇടവിട്ടുള്ള ടേംസ് വെറുക്കിയെടുക്കാം. അതൊക്കെ ഒരു സീക്വൻസിന്റെ സബ് സീക്വൻസ് ആണ്. സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന സബ് സീക്വൻസസ് എല്ലാം കൺവേർജന്റ് ആണ് എന്ന് സീക്വൻസിൽ എഴുതിയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ XNന്റെ S1 S2 എക്സെട്ര അങ്ങനെയാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം സീക്വൻസ്. സിഗ്മ YNന്റെ ആകുമ്പോൾ അത് അതേ ഓർഡറിൽ കണ്ടിന്യൂസ് ആയിട്ടല്ല. S10 S15 ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ കുറച്ച് ടേംസ് കൂട്ടിയാണ് XNന്റെ കുറച്ച് ടേംസ് ചേർത്താണ് Y1 ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത വേറെ കുറച്ച് ടേംസ് ചേർത്താണ് Y2 ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ S1 S2 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടത്തില്ല. ബട്ട് വി ഗെറ്റ് എ സബ് സീക്വൻസ് ഓഫ് സീക്വൻസ് SN. നമ്മൾ YNന്റെ സിഗ്മ YNന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന് സീക്വൻസ് TN എഴുതിയത്, അതങ്ങനെ പേര് വിളിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അത് സീക്വൻസ് SNലെ ചിലതുകളാണ്. സബ് സീക്വൻസ് ഓഫ് സീക്വൻസസിനാണ്. സീക്വൻസ് കൺവേർജന്റ് ആണ്, സബ് സീക്വൻസ് കൺവേർജന്റ് ആണ്. സിഗ്മ XN കൺവേർജന്റ് ആയതുകൊണ്ട് സീക്വൻസ് SN കൺവേർജന്റ് ആണ്. അതിന്റെ സബ് സീക്വൻസ് ഇപ്പൊ അതേതാ? TN. സബ് സീക്വൻസ് TN കൺവേർജന്റ് ആണ്. TN കൺവേർജന്റ് ആണെന്ന് പറഞ്ഞാൽ TN സിഗ്മ YNന്റെ പാർഷ്യൽ സംസ് ആണ്. സിഗ്മ YN കൺവേർജന്റ് ആണ്. സീക്വൻസ് ഒരു സ്ഥലത്തേക്ക് SN കൺവേർജസ് ടു S എന്നുണ്ടെങ്കിൽ, SN കൺവേർജസ് ടു S എന്നുണ്ടെങ്കിൽ അതിന്റെ സബ് സീക്വൻസസും സീക്വൻസസും ഇതിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അതായത് TN ആണ് അതിന്റെ TN അതിന്റെ ഒരു സബ് സീക്വൻസ്, TN അതിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അതാണ് സിഗ്മ XNന്റെ വാല്യൂ. അപ്പൊ സിഗ്മ XN കൺവേർജ് ചെയ്യുന്ന പോയിന്റിലേക്ക് തന്നെ സിഗ്മ YNും കൺവേർജ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതേപോലെ ഗ്രൂപ്പിംഗ് പോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ് ആണ് റീഅറേഞ്ച്മെന്റ് ഓഫ് സീരീസ്. ഇവിടെ നമ്മൾ ടേംസിന്റെ പൊസിഷൻ മാറ്റിയിട്ടില്ല, ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് ഓർഡർ മാറ്റിയിട്ടില്ല, ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് അവരെ ക്ലബ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ടേംസ് പുതിയതൊന്നും എഴുതത്തില്ല, അത് തന്നെ, പക്ഷെ അതിന്റെ ഓർഡർ മാറ്റി എഴുതുന്ന പണിയാണ് റീഅറേഞ്ച്മെന്റ്. റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമ്മൾ 1നെ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത്, -1/2 രണ്ടാമത് വെച്ച് 1/3. ആ പൊസിഷൻ ഒന്നും മാറ്റിയിട്ടില്ല, പക്ഷെ കുറച്ച് പേരെ ക്ലബ് ചെയ്തു. അതേസമയം പോയിന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നതാണ് നമ്മൾ റീഅറേഞ്ച്മെന്റ് ഓഫ് സീരീസിൽ ചെയ്യുന്നത്. റീഅറേഞ്ച്മെന്റ് കൊണ്ട് സീരീസിന്റെ കൺവേർജൻസിന് എന്നാ സംഭവിക്കും എന്നാണ് നമ്മൾ ആലോചിക്കുക. ഗ്രൂപ്പിംഗ് കൊണ്ട്
സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ഗ്രൂപ്പിങ്ങും കൺവേർജന്റ് ആണ്. ഗ്രൂപ്പിംഗ് കൺവേർജന്റ് ആണ് എന്നുള്ളത് കൊണ്ട് സീരീസ് കൺവേർജന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല.